പാകിസ്ഥാനിൽ ഇന്ത്യ ബ്രഹ്മോസ് ഉപയോഗിച്ച് സർവനാശം വിതച്ചപ്പോൾ ഭയന്ന് വിറച്ചത് മറ്റൊരു രാജ്യമാണ് റഷ്യയുമായി യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന ഉക്രൈൻ. അതിന് കാരണം റഷ്യയുടെ P-800 ഒനിക്സ് എന്ന മിസൈലിന്റെ ആധുനിക രൂപമാണ് ഇൻഡോ റഷ്യ സംരംഭമായ ബ്രഹ്മോസ്. അത് കൃത്യതയോടുകൂടി പാകിസ്ഥാന്റെ കൃത്യമായി തന്നെ വ്യോമത്താവളങ്ങൾക്ക് വലിയ നാശനഷ്ടം വരുത്തി വെച്ചു എന്നുള്ളത് തന്നെയാണ് ഉക്രൈനെ ഭയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ റഷ്യ ഏതു നിമിഷവും ഈ P-800 ഒനിക്സ് ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് സെലൻസ്കി കരുതുന്നു. അതുകൊണ്ട് തന്നെ സെലൻസ്കി ഇപ്പോൾ ജർമ്മനിയുടെ സഹായം തേടിയിരിക്കുകയാണ്. ജർമ്മനിയുടെ ടോറസ് മിസൈലുകൾ വേണമെന്നാണ് ഒരു ആവശ്യം ഇപ്പോൾ സെലൻസ്കി മുൻപോട്ട് വെച്ചിരിക്കുന്നത്. ടോറസ് മിസൈലിന്റെ ദൂരപരിധി 500 കിലോമീറ്റർ ആണ്. ഇത് നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് ആ അഭ്യർത്ഥന തള്ളിക്കളഞ്ഞു. ഏതായാലും ബ്രഹ്മോസ് മിസൈലിനെ കുറിച്ച് റഷ്യൻ അംബാസഡർ കൂടി ഈ അവസരത്തിൽ ഒരു പ്രസ്താവന നടത്തി. അതും വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്നത് മെയ്ഡ് ഇൻ ഇന്ത്യയാണ് ബ്രഹ്മോസ്. ഞങ്ങളും ഇന്ത്യയും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണ്. അനുദിനം അത് വളരുകയും ചെയ്യുകയാണ്. ആദ്യം വാങ്ങലും പിന്നെ വിൽപ്പനയുമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ സംയുക്ത സംരംഭമായി അനവധി ആയുധങ്ങൾ ഇറക്കുന്നു. അതിൽ ബ്രഹ്മോസിന്റെ കൃത്യത ഇപ്പോൾ ലോകത്തിന് ബോധ്യമായി. ഇനിയും അനവധി ആയുധങ്ങളുടെ കാര്യങ്ങളിൽ ലോകം ഞെട്ടാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് ഇന്ത്യയിലുള്ള റഷ്യൻ അംബാസഡർ പറയുകയും ചെയ്തിരുന്നു. ഏതായാലും ബ്രഹ്മോസ് ഇപ്പോൾ ഒരു വലിയ ചർച്ചയായി ലോകത്തെങ്ങും മാറുന്നു. പ്രത്യേകിച്ച് അതിന്റെ കൃത്യതയാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ആദ്യ രൂപമായ P-800 ഒനിക്സ് റഷ്യ തങ്ങൾക്ക് നേരെ പ്രയോഗിക്കുമോ എന്ന് ഉക്രൈൻ ഭയപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.